നമസ്കാരം. നമസ്കാരം. പറയുമോ? നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഞാൻ പലപ്പോഴും ഈ ശാന്തിവിള ദിനേശ് സ്പീക്കിംഗ്, ശാന്തിവിള ദിനേശിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. വളരെയധികം പലപ്പോഴും അത് ഈ ജനങ്ങളത് സ്വീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കും, ദിനേശ് ചേട്ടനെ കാണണം. ദിനേശ് ചേട്ടനോട് എനിക്ക് വളരെ വലിയ ബന്ധമുണ്ടെന്ന് ഉള്ളതറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ദിനേശ് ചേട്ടനൊന്ന് കാണണം, ചിലത് സംസാരിക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പം ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പം ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു UDF തരംഗം ഞാൻ പലപ്പോഴും കണ്ടപ്പോൾ UDF തരംഗം വരാൻ പോവുകയാണ്. ഇന്ന് അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ വളരെ മറ്റേ വല്ലാതെ തുറന്നങ്ങ് പറയുകയാണ് 2026 UDF എന്നെ ഇവിടെ ഭരിക്കുമെന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ആശങ്കകളുണ്ട്. എങ്ങനെയാണ് ഈ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ആൾ പഴയൊരു സഖാവ് കൂടിയാണ്, ആ കമ്മ്യൂണിസം പറയണ്ട, പക്ഷേ അതെ. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ 2026 ഈ UDFൻ്റെ തരംഗം വരുമെന്നാണ്, അതോ LDF മൂന്നാമതും വരുമെന്നാണ്? എനിക്ക് LDF മൂന്നാമതും വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്ത് തോന്നുന്നു? നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ ഉണ്ട്, ഒരു ടെസ്റ്റ് ഡോസ്. അതെ അതെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനുകളിൽ എപ്പോഴും LDFനാണ് മുൻതൂക്കം വരാറ്. അപ്പോൾ അതിന് UDF പറയുന്നത് പ്രാദേശികമായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കിയല്ലേ വോട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അല്ല, രാഷ്ട്രീയം തന്നെയാണ് അതിൽ പ്രധാന ഘടകം, രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ പ്രശസ്തയായ, ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല കാരണം എൻ്റെ പേര് കേസ് കൊടുത്തിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ശാസ്തമംഗലത്തുള്ള ഒരു വലിയ കോൺഗ്രസ് നേതാവ് ശാസ്തമംഗലം വാർഡിൽ മത്സരിക്കാൻ വിളിച്ചു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് ഞങ്ങളും നല്ല ബന്ധം. അപ്പോൾ ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചു ചോദിച്ചു, ദിനേശേ ഞാനിങ്ങനെ ഇന്ന ആൾ വിളിച്ചിട്ട് പറയുകയാണ് ശാസ്തമംഗലം വാർഡിൽ മത്സരിക്കാൻ. ഞങ്ങൾക്ക് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അതെനിക്ക്? എന്നിട്ട് അല്ല, അത് ജയിച്ചാലേ എനിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആവാമെന്നാണ് പറയണത്. ഞാൻ പറഞ്ഞ അയാൾ എന്തോ ശത്രുത നിന്നോടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ കാലങ്ങളായി ഭരിക്കുന്നത് LDF ആണ്. ഇത്തവണ LDF തന്നെ വരും. അതെ. അപ്പോൾ അതിനിടയിൽ മര്യാദയ്ക്ക് ഡബ്ബിങ്ങും പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന തന്നെ ചാടിച്ചു കൊണ്ട് പിന്നെ ആകെ ചെയ്യാവുന്നൊരു കാര്യം പ്രതിപക്ഷ നേതാവ് പോലും ആക്കാൻ പറ്റില്ല. കാരണം അവിടെ ജോൺസൺ ജോസഫ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അയാൾ തന്നെ ആയിരിക്കും UDFൻ്റെ പ്രതിപക്ഷ നേതാവ്. മാറാൻ സാധ്യതയില്ല. അപ്പോൾ ജോൺസൺ ജോസഫ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ കഴിയില്ല. ആകെ ചെയ്യാവുന്നത് ശാസ്തമംഗലത്തെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ കൊണ്ടൊന്ന് റീത്ത് വയ്ക്കാം. ആ ജോലി മാത്രമേ കിട്ടുള്ളൂ. സത്യമാണോ? ഞാൻ പറഞ്ഞാൽ അതാണ് സത്യം, അതാണ് രാഷ്ട്രീയം. എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ രക്ഷപ്പെടുത്തിയ ആളാണ് അതിൽ നിന്ന് മത്സരത്തിൽ. അത് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് സംസാരിക്കുന്ന സമയത്താണ് പ്രശാന്ത് വരുന്നത് മേയറായിട്ട്, മേയർ ബ്രോ. അത് കഴിഞ്ഞിപ്പോൾ ആര്യ വന്നു. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും LDFന് തന്നെ ആയിരിക്കും മേൽക്കൈ. അതെ. നിയമസഭയുടെ പ്രശ്നം പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ കാര്യം, പിണറായി സർക്കാരിൻ്റെ 2 ടേമിലുള്ള ഭരണത്തെ നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും എങ്ങനെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF എങ്ങനെ അധികാരത്തിൽ വരും? അതാണ് പ്രധാന ചോദ്യം. കാരണം തമ്മി തല്ലുന്ന 6 മുഖ്യമന്ത്രിമാർ ഉടുപ്പടിച്ച് നടക്കുന്ന നാട്ടിൽ ഞാനാവും ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. പെരുന്നില പോപ്പ് പറയുന്നു നായർ മുഖ്യമന്ത്രി, അതെ, ചെന്നിത്തല ഗാന്ധി തന്നെ വേണം. മറ്റേ വിവരം കെട്ടവൻ എന്നാണ് മറ്റേ ആളെ പറയുന്നത്. അപ്പോൾ പറഞ്ഞാൽ അതെ, ഞാൻ വിവരം കെട്ടവനാണ്, എന്നെ ചിലപ്പോൾ അവർ അംഗീകരിക്കണമെന്നില്ല എന്ന് VD സതീശൻ. വെള്ളാപ്പള്ളി നടേശൻ പറയാണ് എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ ചെന്നിത്തലയാണ്. ഡൽഹി നായരെന്ന് വിളിച്ച ആളിനെ നല്ല അന്തസ്സുള്ള കേരള നായരെന്ന് വിളിച്ച് ശശി തരൂരിനെ വരുന്നപ്പോൾ വീണ്ടും അംഗീകരിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മുരളീധരൻ പറയുന്നു ഞാനൊന്നിനുമില്ല, മത്സരിക്കാൻ പോലും ഇല്ല, ഇനി പാർട്ടി മെമ്പറായിട്ട് നടക്കുന്നേ ഉള്ളൂ, ഞാൻ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ 5 വർഷം കഴിഞ്ഞ് പാർലമെൻറ്റിൽ ഞാൻ വീണ്ടും മത്സരിക്കും, അവിടെ പോയി മത്സരിക്കും, വടകരയിൽ ചെന്ന് മത്സരിക്കുകയുള്ളൂ, അല്ലാതെ ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഓരോ വരിയിലും കേൾക്കാം ഞാൻ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഇപ്പോഴും വട്ടിയൂർക്കാവിൽ കറങ്ങി നടക്കും. അതാണ് ഞാൻ പറഞ്ഞു തന്നെ, വാക്കും പ്രവൃത്തിയായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ വട്ടിയൂർക്കാവിൽ അദ്ദേഹം എന്തായാലും ഇത്തവണ പ്രശാന്തിനെതിരെ മത്സരിക്കുന്നുള്ളൊരു ഉറപ്പാണ്. കാരണം അവിടുത്തെ കരയോഗങ്ങളിലും ചാവടിയന്തരത്തിനും എല്ലാത്തിനും പുള്ളിയുണ്ട്. പുള്ളി അറിയിക്കാൻ ഒരു ഗ്യാങ്ങിന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം അപ്പോൾ കോഴിക്കോട് നിന്ന് പറന്നു വരും, ആ വീടുകളിലൊക്കെ ചെല്ലും. പക്ഷേ ദോഷം പറയരുത്. ഇപ്പോൾ എൻ്റെ അമ്മ വട്ടിയൂർക്കാവിൽ ഞാൻ താമസിക്കുമ്പോഴാണ്, കുരിയൂക്കാട് താമസിക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. ഞാൻ സിനിമാ സമൂഹങ്ങളെപ്പോലും അറിയിച്ചില്ല. പക്ഷേ P. ശ്രീകുമാർ, നമ്മളെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ഡയറക്ടറായിരുന്ന P. ശ്രീകുമാരേട്ടൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കമലിനെ വിളിച്ചു, സംവിധായകൻ കമലിനെ. അപ്പോൾ കമൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ്.
അപ്പോൾ എൻ്റെ കുരുക്കാട് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. അവിടെ സിബിമലയിലും കമലും ഉണ്ട്. അവരുടെ 2 പേരോടും പറഞ്ഞു ഇങ്ങനെ ദിനേശിൻ്റെ അമ്മ മരിച്ചു. ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞു. കമൽ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ സിബിമലയിൽ ഒരിക്കലും അങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞ് വിടാൻ പാടില്ലാത്തതാണ്. കാരണം സിബി ആദ്യമായിട്ട് സിനിമയിലെ ഫെഫ്ക എന്ന് പറഞ്ഞാൽ മാക്ടയുടെ ചെയർമാനായിട്ട് മത്സരിക്കുമ്പോൾ 1000 രൂപ ചിലവാക്കി എൻ്റെ വേർപ്പൊഴുക്കി മാസങ്ങളോളം തിരുവനന്തപുരത്ത് വോട്ട് പിടിക്കാൻ പോയ ആളാണ് ഞാൻ. അദ്ദേഹം തിരുവനന്തപുരത്ത് വോട്ട് പിടിക്കാൻ വന്നിട്ട് പോകുന്ന ദിവസം രാത്രി ഞാനും നമ്മളെ തടിയും ജീവനും കൂടി ഗീതു ഹോട്ടലിൽ അദ്ദേഹത്തിന് യാത്ര അയക്കാൻ ചെല്ലുമ്പോൾ 50 രൂപയുടെ ഒരു കെട്ട്, അതായത് 5000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ദിനേശ് ഇതിൻ്റെ 3 ഇരട്ടിയെങ്കിലും ദിനേശ് ചിലവാക്കിയെന്ന് എനിക്കറിയാം, ഇതിരിക്കട്ടെ. അവന് സംഘടനയ്ക്ക് വേണ്ടി അതിരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങാത്ത ആളാണ്. പക്ഷേ അയാൾ പോലും എൻ്റെ അമ്മ മരിച്ചിട്ട് വരാത്ത ഒന്നുമില്ല. എനിക്കത് വേദനയുള്ള ഒരു കാര്യമാണ്. സിബിമലയിലിനോട്, കമലിനോടില്ല. കമൽ അക്കാഡമി ചെയർമാൻ എന്നെ എന്ത് തേങ്ങയായാലും ആൾ വന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ സിബിമലയിൽ അത് കാണിക്കാൻ പാടില്ലായിരുന്നു. ആ സ്ഥലത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് വി ശിവൻകുട്ടി ശാന്തിവിളയിലെ ഒരു കോളനിയിൽ ഇറങ്ങാനായിട്ട് ഞാൻ വരാൻ ഒരു 20 മിനിറ്റ് വൈകിയപ്പോൾ ആ 20 മിനിറ്റ് ഒരു വീട്ടിലിരുന്ന ആളാണ്. ഞാൻ വന്നിട്ടേ പോകുള്ളൂ എന്നുണ്ട്, വോട്ട് പിടിക്കാൻ പോകുള്ളൂ എന്നുണ്ട്. ഞാൻ ശിവൻകുട്ടി സാധനം പോലും അറിയിച്ചില്ല എൻ്റെ അമ്മ മരിച്ചത്. ഇതൊരു ആഘോഷമാക്കേണ്ടതല്ലോ. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു എർത്തിനെയും കൂട്ടി കെ മുരളീധരൻ ഇറങ്ങി വരുന്നു എൻ്റെ വീട്ടിലേക്ക്. ഞാൻ അവിടെ ഈ കുരുക്കാട് നെടുങ്ങോടി വേണുവിൻ്റെ വീടിനടുത്ത് താമസിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരാണെന്നൊക്കെ പുള്ളിക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പുള്ളി എന്തായാലും എൻ്റെ വീട്ടിൽ കയറി വന്നു എന്ന് മാത്രമല്ല, ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അമ്മയുടെ പ്രായം, അസുഖം എല്ലാം ചോദിച്ച് പോകാൻ നേരത്തെ എൻ്റെ എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചു. എൻ്റെ പാർട്ടിയുടെ ശിവൻകുട്ടി പറഞ്ഞെങ്കിൽ പൊളിറ്റ് ബ്യൂറോയിൽ അന്വേഷിക്കണം ആദ്യം. ശാന്തിവിള ദിനേശിൻ്റെ അമ്മ മരിച്ചു, ഞങ്ങൾ പോട്ടെ എന്ന് പോളിറ്റ് ബ്യൂറോയിൽ ചർച്ച ചെയ്യണം. എന്നിട്ട് സെൻട്രൽ കമ്മിറ്റിയും ചർച്ച ചെയ്തിട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് വിട്ട്, സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് വിട്ട്, ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്ക് വിട്ടൊക്കെ വരുമ്പോൾ അമ്മയുടെ 16 അടിയന്തരം കഴിയും. പക്ഷേ എനിക്ക് ശിവൻകുട്ടിയെ വരാത്തതിലൊന്നും എനിക്ക് യാതൊരു ദുഃഖമില്ല. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് എന്നെ ഒരിക്കൽ പോലും നേരി കണ്ടിട്ടില്ലാത്ത കെ മുരളീധരൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത്. MLA ആയാലും MP ആയാലും മരണ വീട്ടിലും വിവാഹത്തിലും പോകുന്നതിനോട് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ നമുക്കൊരു അനുഭവം വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അയാളുടെ ഇഷ്ടം തോന്നും. സ്വാഭാവികം. അന്ന് അയാൾ MLA ആയിരിക്കുമ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെ കോൺഗ്രസ്സുകാർ തന്നെ വാരാൻ റെഡിയാക്കി. അങ്ങേരുടെ ബൂത്ത് പോലും ഇരിക്കാൻ ആളില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ റോഡിലൂടെ വാഹന പ്രചരണ ജാഥ പോകുമ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി. കാരണം കെ മുരളീധരൻ്റെ ഒരു കോൺഗ്രസിൻ്റെ ജാഥ പോകേണ്ട ഇങ്ങനെയല്ല. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് വീടിൻ്റെ ഗേറ്റിലേക്ക് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ സിന്ധു കൈവീശി കാണിച്ചു. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനും കൈവീശി കാണിച്ചു. കാരണം അയാൾ NSSും ഈ പറയുന്ന കോൺഗ്രസ്സുകാരും കൂടെ തോപ്പിക്കാൻ നല്ല ശ്രമം നടത്തി. പക്ഷേ അയാൾ അതിബുദ്ധിമാൻ, കരുണാകരൻ്റെ മോനല്ലേ, അയാൾ അതിൻ്റെ അപ്പുറം കളിച്ച് ജയിച്ചു. അപ്പം ഞാൻ പറയുന്നത് മുരളീധരൻ ഒരു മോശം നേതാവൊന്നുമില്ല. അതല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി സാധ്യതയും വട്ടിയൂർക്കാവിലുണ്ട് എന്ന് മാത്രമല്ല. പക്ഷേ ഇത്തിരി കടുക്കും. കാരണം എന്താ പറയുക, വട്ടിയൂർക്കാവിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പ്രശാന്ത് വന്ന ശേഷം ഇനി അടുത്ത് വരുന്ന 5 വർഷം വരുന്ന ഒരാളിന് ജോലിയില്ല. കൃത്യമായിട്ട് ചെയ്തിരിക്കുകയാണ്. റോഡൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നറിയാം. എനിക്ക് അതിശയം തോന്നി. അപ്പോൾ ഒരു MLA മനസ്സ് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന MLA സതീശൻ അല്ല സതീഷ് IB സതീഷ് സതീഷിൻ്റെ നിങ്ങൾ പോയി കണ്ടു നോക്കും, കാട്ടാക്കട കിടക്കുന്ന കിടപ്പ് എങ്ങനെയാണ്. അപ്പോൾ ഒരു MLA വിചാരിച്ചാൽ നാട്ടിൽ നിങ്ങൾ എയർപോർട്ടൊന്നും കൊണ്ടുവരണ്ടെന്നേ. ഞങ്ങളുടെ നാട്ടിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനോട് നമ്മൾ പറയാണ്, സഖാവേ നമുക്കൊരു ഷിപ്പ് യാർഡ് വേണമല്ലോ എന്ന് പറഞ്ഞാൽ വെള്ളാടി കായലിൽ ഷിപ്പ് യാർഡ് കൊണ്ടുവരാമെന്ന് പറയും. കാരണം ഒന്നും ചെയ്യില്ല, നമുക്ക് വാഗ്ദാനം കൊടുക്കാമല്ലോ. മൂക്കുന്നിലയിൽ ഒരു എയർപോർട്ട് കൊണ്ടുവരാമെന്ന് കേട്ടാൽ പുള്ളി പറയും ഒന്നും നോ പറയില്ല. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പ്രശാന്ത് പോലെ IB സതീഷിനെ പോലുള്ളവർ ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് മുരളീധരൻ ഇത്തിരി കടുക്കും. പിന്നെ കൂട്ടത്തിലുള്ള ഇവർക്ക് ഏറ്റവും വലിയ രസം ഈ തിരുവനന്തപുരത്ത് ഉള്ളവരെ പറ്റി പറയുന്ന ഒരു കഥയുണ്ട്. അതായത് പരന്ന പാത്രത്തിൽ ഞണ്ടുകളെ പിടിച്ചിട്ടുള്ള ഒറ്റ ഞണ്ട് പോലും പാത്രത്തിൽ നിന്ന് പുറത്തു പോകില്ല. കാരണം എന്താ അറിയോ, ആ പരന്ന പാത്രമല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാന്ന് പറഞ്ഞ് ഞണ്ട് ഇങ്ങനെ മോളിൽ കയറുമ്പോഴേക്കും വാരി പിടിച്ച് താഴെയുണ്ട്. അതുപോലെ കോൺഗ്രസ് ആയതുകൊണ്ട് മുരളീധരൻ സൂക്ഷിക്കണം. കാരണം മുരളീധരനെ തോപ്പിക്കും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അപ്പൊ യമനെ ജയിപ്പിച്ചാൽ 6 മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. അതുകൊണ്ട് അത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പടലപ്പടക്കം അവിടെ തന്നെ നടക്കും. ഇപ്പോൾ ഇന്നലെ ശശി തരൂർ ഒരു പോസ്റ്റ് ഇട്ടു, കണ്ടോ? ശശി തരൂർ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പണ്ട് ഏതിനും പറയുന്നത് വെട്ടിനിരത്തലും ഫാക്ടറികളുടെ മുന്നിൽ ചുവന്ന കൊടി കെട്ടലും ആയിരുന്നു എന്ന് പറഞ്ഞിടത്തുന്ന ആ സംസ്കാരം തന്നെ മാറ്റിക്കൊണ്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് പിണറായി വിജയൻ്റെ വേറൊരു സംസ്കാരമാണ്. അതിനോട് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ പലതിലും എനിക്ക് യോജിപ്പില്ല. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ ശശി തരൂർ പറയുമ്പോൾ ഇന്നലെ സതീശൻ്റെയൊക്കെ ഒരു ആവേശം കാണാം. മുരളീധരൻ്റെ മറ്റേ സുധാകരൻ പറയാണ്
ഞാൻ രഹസ്യമായിട്ട് നന്നായിട്ടൊന്ന് ഉപദേശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ ഈ സതീശൻ വരാത്തപ്പോൾ വിളിച്ച ചീത്തയൊക്കെ വിളിച്ചു കിടന്നില്ല ശശി തരൂരിനെ. അപ്പോൾ ഉപദേശം സുധാകര സ്റ്റൈലാവുമ്പോൾ അങ്ങനെയുള്ള ആയിരിക്കും. എന്തായാലും ശശി തരൂർ അടക്കം 6 പേര്. എനിക്കൊരു ആഗ്രഹമുള്ളത് UDF വരികയാണെങ്കിൽ ശശി തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രി ആക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. കാരണം അയാൾ ഈ പറഞ്ഞ പോലെ നിയതമായ ഈ കതറിട്ട് നടക്കുന്ന അവിടെ ഹോളിട്ട് കതറുടുപ്പിട്ട് നടക്കുന്ന ഒരു സംസ്കാരമല്ലല്ലോ. ചിലപ്പോൾ കേരളത്തിനൊരു പുതിയ സാമ്പിട്ടറുടെയൊക്കെ കാര്യം പറയും പോലെ ചിലപ്പോൾ ഒരു പുതിയ സംസ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. VP സിംഗ് പ്രധാനമന്ത്രി ആയതുപോലെ ശശി തരൂർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയാൽ നന്നാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് ഒരിക്കലും നന്നാവില്ല എന്നുള്ളത് സംഭവിക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഉണ്ടായാൽ അപ്പം സുധാകരനും സതീശനും ഒക്കെ മറുകണ്ഠം ചാടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തുള്ള പെടലം പടക്കം, UDFിലുള്ള ശിഥിലമില്ലായ്മ. അവർ ഒരു ഒറ്റക്കെട്ടല്ലല്ലോ UDF. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി പറയുന്നതല്ല, മറ്റേ ഒരു പൈസയൊക്കെ വെട്ടിച്ച് അഴിമതി കേസിൽപ്പെട്ട ഒരു യുവ നേതാവുണ്ടല്ലോ അവരുടെ, അയാൾ പറയുന്നത് ഷാജി, KN ഷാജി. അവൻ മൈക്കിൻ്റെ മുമ്പ് നിന്ന് മതേതരത്വമൊക്കെ പ്രസംഗിക്കുക, അവൻ്റെ പണി അറിയാമല്ലോ. അപ്പോൾ ഇയാളെ പോലുള്ളവരാണ് UDFിലെ ഘടകകക്ഷികൾ. ഇപ്പോൾ ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോൺ പറയുന്നതല്ല, ആര് ഈ പാർട്ടി നശിച്ചാലും കുഴപ്പമില്ല, ഞാൻ MP ആവുമെന്ന് പറഞ്ഞ പ്രേമേന്ദ്രൻ പറയണം. അപ്പോൾ ഇങ്ങനെ ഓരോ പാർട്ടി എടുത്ത് നോക്കൂ നിങ്ങൾ. എല്ലാ പാർട്ടിയും അതിൽ നിൽക്കുന്ന UDFിൽ നിൽക്കുന്ന മൊത്തം കുഴപ്പം പിടിച്ചവരെ ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു മന്ത്രിസഭ ജയിപ്പിച്ചെടുക്കാനുള്ള ത്രാണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ LDF വരാനാണ് സാധ്യത എന്ന് എനിക്കും തോന്നുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതാണ് പ്രശ്നം. അതായത് കോൺഗ്രസ്സിൽ ആരും മുഖ്യമന്ത്രി എന്ന് കേട്ടാൽ തന്നെ ആ മുന്നണി തോക്കും. മറുവശത്ത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു വിൽ പവറുള്ള ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ 9 വർഷമായിട്ട് ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിലെ റോഡുകൾ, നിങ്ങൾ കോഴിക്കോട്, വടകര, കണ്ണൂർ ഭാഗത്തേക്കൊക്കെയുള്ള റോഡുകൾ പോയി നോക്കണം. ഊരാളിങ്കൽ സൊസൈറ്റി അവരെല്ലാം കളിയാക്കുന്നുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയാണ് ആദ്യമായിട്ട് അവർക്ക് വർക്ക് കൊടുത്തത്. ആ സഹകരണ സംഘത്തിലൂടെ കേരളത്തിലെ റോഡുകൾ ഉണ്ടാക്കിയിടുന്ന കണ്ടാൽ, അതായത് കേന്ദ്രം പോലും ചെയ്യുന്ന എന്താ മറ്റ് സംസ്ഥാനങ്ങളോട് ചോദിക്കാത്ത ഒരു കാര്യമില്ലേ നമ്മുടെ ചോദിക്കുന്നത്. അതായത് മുടക്കുന്നതിൻ്റെ 40% സംസ്ഥാനം വഹിക്കണം NHൽ പോലും. എന്നിട്ട് പോലും അതിനെ കൂസാതെ കേരളത്തിലെ റോഡുകൾ, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കേരളത്തിലെ ആശുപത്രികൾ, ഇതൊക്കെ മതിയെന്നേ. ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർപോർട്ടും ഷിപ്പ്യാർഡും ഒന്നും വേണ്ട നോക്കുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ദിനേശേട്ടൻ പറഞ്ഞതുപോലെ ഈ പിണറായി വിജയൻ ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് ഭരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ചിലപ്പോൾ ഇപ്പോൾ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാൻ ഇതിനെ നോക്കിക്കാണുന്ന മറ്റൊരു, ഇപ്പോൾ ദിനേശേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ബലഹീനത. ആ ബലഹീനതയാണ് CPMൻ്റെ ചിലപ്പോൾ വരാൻ പോകുന്ന മൂന്നാമതും തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഒരു സാധ്യതയായിട്ട് ഞാൻ കാണുന്നത്. കാരണം ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, പിന്നെ റോഡുകളുടെ നിർമ്മാണം, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 2025 ഏകദേശം ഒരു നവംബർ മാസത്തോടു കൂടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മിക്കവാറുമുള്ള എല്ലാ റോഡുകളും പളവള തിളങ്ങുന്ന തരത്തിലുള്ള റോഡുകളാക്കി മാറ്റും. തീരദേശീയ പാതയൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കൊതിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്. അതുമാത്രമല്ല, ഈ ഭരണത്തിന് ഞാൻ ഈ സർക്കാർ ആശുപത്രികളിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയ സമയങ്ങളിൽ ഞാൻ ഇവിടുത്തെ പെരുകുളർ തന്നെയുള്ള സർക്കാർ ആശുപത്രിയുടെ മുഖം മാറിപ്പോയി. കാരണം നമ്മളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ എങ്ങനെയാണോ ചെല്ലുന്നത് ആ തരത്തിലുള്ള വികസനം നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഈ പുറത്ത് വരുന്ന ചിലപ്പോൾ യൂട്യൂബർമാരായിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ കോൺഗ്രസിൻ്റെയോ BJPയുടെയൊക്കെയോ വരുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഈ വികസനങ്ങളെ കാണിക്കുന്നു. അതെന്താ പറയുക പ്രശ്നം. യൂട്യൂബിൽ ഞാൻ പലരോട് സംസാരിച്ചപ്പോഴും അവർ പറയുന്നതേ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പറയുന്നതാണ് ആൾക്ക് ഇഷ്ടം കാണാൻ. അത് അങ്ങനെ ആ ഒരു സാധ്യതയായിരുന്നു കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ്. അങ്ങനെ ഞാൻ ഗോപൻ പറഞ്ഞത് വെച്ച് ഞാൻ പറയാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് തിരുവനന്തപുരത്ത് കണ്ണാശുപത്രിയിൽ പോയി. അപ്പോൾ എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ പരിചയക്കാർക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ അർഷാദ് ശിവദാസൻ, വാസൻ ഐക്കേറിൽ വെച്ച് പരിചയപ്പെട്ട അർഷാദ് ശിവദാസ് എന്ന് പറഞ്ഞ വിദഗ്ധനായ ഡോക്ടറെന്ന് മാത്രമല്ല ലേക്ക എന്ന് പറഞ്ഞപ്പോൾ ഒരു പടം സംവിധാനം ചെയ്തു. കഴിഞ്ഞ വർഷം അദ്ദേഹം ചെയ്ത ഒരു ടെലിഫിലിം സംസ്ഥാന അവാർഡ് വാങ്ങി. വളരെ ഒരു ജ്യേഷ്ഠാനുജ ബന്ധമുണ്ട് ഞങ്ങളിതിൽ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സുനേത്രയിലാണ് പോകാറ്. ഞാൻ ഈ കണ്ണാശുപത്രി ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഗോപ ഞാൻ അതിശയപ്പെട്ടു. ഒരു ഹൈടെക് എന്താ പറയുക പ്രൈവറ്റ് ആശുപത്രിയേക്കാൾ സംവിധാനങ്ങളുള്ള തറയൊക്കെ ഉണ്ടല്ലോ, തിളങ്ങുകയാണ് കിടന്നത്. അപ്പോൾ ആശുപത്രികളുടെ വികസനം, സ്കൂളുകളുടെ വികസനം, സ്കൂളുകൾ കത്തിപ്പിടിച്ച് നമ്മൾ പോയ സ്കൂളല്ല ഇപ്പോൾ, ഹൈടെക് സ്കൂളുകളായിട്ട് മാറി. അപ്പോൾ സ്കൂളുകൾ ഈ നേരത്തെ പറഞ്ഞ തീരദേശ റോഡടക്കം തിരുവനന്തപുരത്തെ റോഡുകൾ നിങ്ങൾ എടുത്ത് നോക്കും, എത്ര റോഡുകളാണ് മാറിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ പണി നടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നടക്കുന്നതെല്ലാം നവംബറോട് പൂർത്തിയാക്കി. നമുക്കറിയാം ഈ മാനവീയം വീതി അടക്കം, മാനവീയം വീതിയൊക്കെ ഒരാളെങ്കിലാണ് ചെയ്തത്. നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, കവടിയാർ മുതൽ
തൈക്കാട് വരെയുള്ള റോഡ് ആറൂരി പാത ചെയ്തിരിക്കുന്നത് എന്ത് മനോഹരമായിട്ട് ഒരാളെങ്കിലും ചെയ്തിരിക്കുന്നു. അതെ അല്ല, അതുപോലെ ഇനിയിപ്പോൾ ഈ ചെയ്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഇടങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൊണ്ട് എന്നെ പൂർത്തീകരിക്കുക. അത് മാത്രമല്ല ഗോപ, എനിക്ക് തോന്നിയൊരു കാര്യം, പറയാൻ പാടില്ലാത്ത എന്തെല്ലാം അഴിമതികളിലൂടെ പറഞ്ഞു. ബൈബിൾ മറ്റേ ഖുറാനിൽ സ്വർണം വെച്ച് കൊണ്ടുപോകുന്നു. അതെ അതെ അതെ. ഈത്തപ്പഴത്തിലെ കുരു എടുത്ത് മാറ്റിയിട്ട് സ്വർണ്ണ കുരു വെച്ച് തെളിയിക്കാൻ പറ്റാത്തതാണ്. ED അടക്കം അല്ലെങ്കിൽ അവരുടെ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അന്വേഷണ ഏജൻസികൾ മുഴുവൻ അന്വേഷിച്ചിട്ട് പിന്നെ ഈ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു പെണ്ണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്തെല്ലാം പറഞ്ഞാമോ പറയാൻ പാടില്ലയോ അതെല്ലാം പറഞ്ഞു. എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ജനം കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും പറയുന്നത് പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണ്, ധാർഷ്ട്യമാണ്. പിണറായി വിജയൻ എന്താ പറയുക, കള്ള് ചെത്താൻ പോയിക്കൊണ്ടിരുന്ന കോരൻ്റെ മകനാണ്. ആ കോരൻ്റെ മകന് കരുണാകരൻ്റെ മകനാവാൻ കഴിയില്ല. അത് കോരൻ്റെ മകൻ തന്നെയാണ്, അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ദൃക്സാക്ഷ്യം. ഇപ്പോൾ എനിക്ക് അതിശയം തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഒരു ഫംഗ്ഷനിൽ നമ്മുടെ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള പ്രസംഗിക്കുന്നൊരു പ്രസംഗം കേട്ട് ഞാൻ. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവിനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ക്രൂരമായി മർദ്ദിച്ച് ആ ദേഹം മുഴുവൻ ചോര പുരണ്ട ഷർട്ടുമായിട്ട് ആ രാഷ്ട്രീയ നേതാവ് നിയമസഭയ്ക്കകത്തു നിന്ന് ആ ഷർട്ട് ഊരിപ്പിടിച്ച് കാണിച്ച ഒരു രംഗം എൻ്റെ മനസ്സിലുണ്ട്. ആ ആളിൻ്റെ പേര് ഞാനിപ്പോൾ പറഞ്ഞാൽ അത് രാഷ്ട്രീയമാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞത് പിണറായി വിജയനെ കുറിച്ചാണ്. അതെ, ശ്രീധരൻപിള്ള സത്യസന്ധമായി സംസാരിച്ചു. ഇപ്പോൾ ശശി തരൂർ സത്യസന്ധമായി കേരളത്തിലെ വികസനത്തെക്കുറിച്ച് വ്യവസായത്തെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ് ശ്രീധരൻപിള്ള. പക്ഷേ ശ്രീധരൻപിള്ള പേര് പറയാത്തതുകൊണ്ടായിരിക്കാം സുരേന്ദ്രൻ ചാടി വീണില്ല. അപ്പം ഞാൻ പറയുന്നത് തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ തീക്ഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ വളർന്നു വന്ന ഒരാളാണ് പിണറായി വിജയൻ. പിന്നെ പിണറായി വിജയൻ എന്താ പറയുക, എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി കാണില്ല. അതിന് പകരം രാഷ്ട്രീയക്കാരെ പോലെ ഈ കോൺഗ്രസ്സുകാർ നല്ല ഷർട്ട് വാങ്ങിയിട്ട് കീറി അവിടെ വെച്ചിട്ട് നടക്കുന്ന പോലെ അദ്ദേഹം നടക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ശൈലിയെ പറ്റൂ. അദ്ദേഹത്തിൻ്റെ ശൈലി നടക്കട്ടെ. ഇപ്പോൾ എനിക്ക് എന്നെ പോലെ ഗോപനാവാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതാണ് പ്രശ്നം. അതിനെ ഇങ്ങനെ പറഞ്ഞ് അതിങ്ങ് തേഞ്ഞു പോയി. കാരണം മലയാളിക്ക് മനസ്സിലായി പിണറായി വിജയൻ ആരെന്ന്. അതെ. അതിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനത്തെ നേതാവാണ് ആവശ്യം. കാരണം ഇപ്പം ചിലപ്പോൾ അല്പം ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു. ഞാൻ ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ അമ്പലമുക്കിൽ ചെന്നപ്പോൾ NCC നഗറിലെ താമസിക്കുന്നത്, ചെഷയർ ഹോമിൻ്റെ ആ റോഡിലെ താമസിക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ വാട്ടർ വർക്സിൻ്റെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും അല്ലാതെ വേറൊരു മീറ്റർ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഗ്യാസാണ്. മനസ്സിലായോ? ഗെയിൽ പൈപ്പ് കൊണ്ടുവന്നാൽ വിവരം അറിയുമെന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിമാരും ഈ പറഞ്ഞ സതീശന്മാരുമുള്ള നാട്ടിൽ തിരുവനന്തപുരം സിറ്റിയിൽ വരെ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പൈസ വെള്ളത്തിൻ്റെ അടയ്ക്കാൻ വരുമ്പോൾ അവർ തന്നെ വെള്ളത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് എടുക്കണത്. ഞാൻ അതിശയപ്പെട്ടു അത് കണ്ടപ്പോൾ. കാരണം നമ്മൾ ഇപ്പോൾ 820 രൂപ 812 രൂപ എന്തിനോ കൊടുത്താണ് ഗ്യാസ് എടുക്കുന്നത്. ഞാൻ ഈ അഴിമതിക്ക് കൂട്ടിയിരിക്കുന്ന ഒരാളല്ല, കൈക്കൂലിക്ക് കൂട്ടിയിരിക്കുന്ന ആളല്ല. എൻ്റെ മകൻ്റെ അടുത്ത വർഷത്തെ അഡ്മിഷന് വേണ്ടി ഈ വർഷം കൊണ്ടുവന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അപേക്ഷ കൊടുത്ത മോനാണ് ഞാൻ. അവിടെ ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഒരു പൊട്ടനാണെന്നേ. അപ്പോൾ ഇങ്ങനെ അപേക്ഷ കൊടുത്തു. ബുധനാഴ്ച വരൂ. ഞാൻ അടുത്ത ബുധനാഴ്ച വന്നു. അടുത്ത ബുധനാഴ്ച വരൂ. ഞാൻ ഒന്നും മിണ്ടൂല. അടുത്ത ബുധനാഴ്ച. അങ്ങനെ ഒരു 5 ബുധനാഴ്ച പോയപ്പോൾ ഞാൻ പറഞ്ഞേ, എൻ്റെ മകനെ ഈ വർഷം സ്കൂളിൽ ചേർക്കാനല്ല, അടുത്ത വർഷം സ്കൂളിൽ ചേർക്കാനാണ്. 1 രൂപ ദിനേശിൻ്റെ നിന്ന് കൈക്കൂലി വാങ്ങിക്കാൻ നോക്കില്ല. നിങ്ങളുടെ ആര് കൈക്കൂലി ചോദിച്ചു? ഞാൻ പറഞ്ഞു താൻ കൈക്കൂലിക്ക് വേണ്ടിയാണ്ടോ താൻ എന്നെ 5 തവണയായിട്ട് നടത്തണേ. ഇവ അപ്പം തന്നെ എന്തൊക്കെ എഴുതി കുറിച്ചിങ്ങി തന്നു. ഈ കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥൻ്റെ കാര്യമായി പറയുന്നത്. ഞാൻ വാങ്ങിച്ചു നോക്കുമ്പോഴേ DS ദിനേശ് അല്ല ഭരചന്ദ്രൻ എന്നുള്ളതിന് OS ഭരചന്ദ്രൻ എന്ന് എഴുതുന്നു. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി കൊടുത്ത ആളാണ്. ഇംഗ്ലീഷിൽ മാത്രമാണ് ഈ തെറ്റാ. D എന്നെഴുതിയ O പോലെ തോന്നിയെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞു ഇത് തെറ്റിയല്ലോ. അങ്ങനെയൊക്കെ തെറ്റ് 3ാമത്തെ നിലയിൽ കൊണ്ടു കൊടുക്കും. ഞാൻ 3ാമത്തെ നിലയിൽ കൊണ്ടു കൊടുക്കാൻ ചെല്ലുമ്പോൾ ഇവിടുന്ന് താഴ്ന്ന് വിളിച്ച് പറഞ്ഞാണ് ഒരു പൊട്ടം വരുന്നുണ്ട് 10 വയസ്സ് തരില്ലാന്ന്. ഞാൻ അവിടെ കൊണ്ടു കൊടുത്തണം. വെള്ളിയാഴ്ച വരും. ഞാൻ അടുത്ത വെള്ളിയാഴ്ച 3 പടി കയറണം, 3 നില കയറണം. വെള്ളിയാഴ്ച ചെന്നപ്പോൾ സീറ്റിൽ ആ പറഞ്ഞ മഹാനില്ല. ഞാൻ അടുത്തിരുന്ന ആളുടെ ചോദിച്ചു ഇവിടെ ഇരുന്ന സാർ അവിടെ പോയി ജനലിൽ കൂടെ കാണിച്ചു. എന്തുകൊണ്ട് വാഹന പ്രകടനം യാതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിൽക്കുന്ന ആ ചുവന്ന ഉടുപ്പ് എന്ന് പറഞ്ഞു. എൻ്റെ പാർട്ടിയെക്കുറിച്ച് ഞാൻ ഈ പറയണത്. ഞാൻ നേരെ 3 നില ഇറങ്ങി താഴെ ചെന്ന് അയാളുടെ പുറകെ ചെന്ന് ഇങ്ങനെ ഞോണ്ടി. എന്ത്? ഞാൻ പറഞ്ഞല്ല, മകൻ്റെ പേര് തിരുത്താനായിട്ട് ഞാൻ തന്നിരുന്നു. അത് ഇവിടെ വന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ സീറ്റ് ഇരിക്കേണ്ട ആളല്ലേ ഇവിടെ ഒന്ന് വാഹന പ്രകടനം യാതാ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിത് കഴിഞ്ഞാൽ വരാക്കൂ. ഞാൻ പറഞ്ഞു ഞാനും ആവേശം കൊള്ളട്ടെ, ഞാനും കൂടെ ഇത് കേൾക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഈ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഇയാൾ അങ്ങോട്ട് കിടക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോയി ഇയാൾ മോളി ഒന്ന് എഴുതി തന്നു. അപ്പോൾ കൈക്കൂലി ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ ഞാനത് എന്ത് വിഷയത്തിലാണ് അത് പറഞ്ഞതെന്ന് വിട്ടുപോയി. ഞാൻ പറയുന്നത് അഴിമതി ഒരുപാട് നമ്മുടെ സർക്കാർ ലെവലിൽ നടക്കും. ഒരു
കർക്കശക്കാരനായ ഒരു മുഖ്യമന്ത്രിയോ കർക്കശക്കാരനായ ഒരു മന്ത്രിയോ വിചാരിച്ചാൽ ഞാനതാണ് ആദ്യം സൂചിപ്പിച്ചത്. ഇങ്ങനെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ഇത്രയും ശക്തനായ ഒരു മുഖ്യമന്ത്രി വേണ്ടി വരും. ചില കാര്യങ്ങൾ ചില പറയാൻ പറ്റുന്ന ഒരാൾ വേണം. ഗോപൻ അറിയാമായിരിക്കും, UDF ഭരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഹോട്ടലുകളുടെ തിരക്ക് നിങ്ങൾ കണ്ടിട്ടില്ല? ഇഷ്ടംപോലെ. ട്രിവാൻഡ്രം ഹോട്ടലിലൊന്നും പങ്കജിലൊന്നും ഒരു റൂം കിട്ടില്ല. കാരണം കാസർഗോഡ് മുതലുള്ളവർ ഒരാൾ 5 പേരെയൊക്കെ കൊണ്ട് വരികയാണ് ശരിയാക്കി തരാൻ പറഞ്ഞാൽ. ലക്ഷങ്ങളാണ് മറിയുന്നത്. സെക്രട്ടേറിയറ്റ് ഇപ്പൊ സെക്രട്ടേറിയറ്റിനാണ് അവധി ദിവസം എന്നല്ലേ തോന്നുന്നു. ഇപ്പൊ കണ്ട അവിടെ പരിപാടി കാണണമെങ്കിൽ വലിയ പാട് തന്നെ. വലിയ പാടെന്നല്ല, ഒരുമാതിരിപ്പെട്ട കളിപ്പീരൊന്നും നടക്കി. അതെ. അപ്പോൾ നമ്മളിത് പറഞ്ഞു വരുമ്പോൾ നമ്മളിപ്പോൾ ബാക്കിയുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആരോഗ്യ മേഖലയെക്കുറിച്ചാണെങ്കിലും ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖല, റോഡുകളാണെങ്കിലും പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഞെട്ടിപ്പോയില്ലേ റോഡിന്റെ അല്ല. കഴിഞ്ഞ ഈ മോദിക്ക് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഇയാളെ പിണറായി വിജയനെ ഇഷ്ടം? 5 വർഷക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് ഗെയിൽ പൈപ്പ് കൊണ്ടുവന്ന വിവരം അറിയുമെന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കാതെ ഇട്ടിരുന്ന ഗെയിൽ പൈപ്പ് കേരളത്തിൽ കൊണ്ടുവന്നു. അടുത്ത് റോഡ് NH വേണ്ടി സ്ഥലം എടുത്ത് കൊടുക്കൂല, കാരണം വോട്ടല്ലേ. ഒന്നും നോക്കാതെ അല്ലേ റോഡ് നാഷണൽ ഹൈവേക്ക് എടുത്ത് കൊടുത്തു. അതുമാത്രമല്ല, ഇപ്പോൾ മുമ്പ് ഈ ഏത് റോഡ് എടുക്കുമ്പോഴും ഈ റോഡ് വയറിനിങ് വരുമ്പോഴത്തേനും ഈ അക്വയർ എന്ന ഭൂമിക്ക് പണം കൊടുക്കുമ്പോൾ ആ പണം വാങ്ങിക്കുന്നവർ ആദ്യം ചെയ്യുന്നത് കോടതികളെ സമീപിക്കും, സ്റ്റേ വാങ്ങിക്കും. അവർ സ്റ്റേ വാങ്ങിക്കും. ഇപ്പോൾ അതല്ല ചെയ്യുന്നത്. പകരം ഇപ്പോൾ കിട്ടുന്ന പൈസയുടെ ഇരട്ടി പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കാണ്. അപ്പോൾ ആർക്കും പരാതിയില്ലെന്ന്. ഇപ്പം നമ്മൾ നാഷണൽ ഹൈവേ ഇങ്ങോട്ടുള്ള എടുത്ത് നോക്കും, നെയ്യാറ്റിൻകരയ്ക്ക് പോകുന്ന എടുത്ത് നോക്കൂ. അവിടെ നമുക്കറിയില്ല, കൊടിനട വരെ നടത്തിയ വികസനം പിന്നെ നടന്നിട്ടില്ല. വർഷങ്ങളോളം നടന്നിട്ടില്ല. പക്ഷേ ഇതിന് ശേഷമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും. അപ്പോൾ എന്ത് പറ്റുന്നില്ല, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നെയ്യാറ്റിൻകരയൊക്കെ പോകണമെങ്കിലേ നമ്മൾ ഈ സ്റ്റുഡിയോ റോഡ് വഴി ചെന്ന് വെള്ളാണിമുക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വിടൽ വിട്ടാലുണ്ടല്ലോ പോയി നിൽക്കുന്നത് ബാലരാരം കഴിഞ്ഞിട്ട്. അപ്പോൾ വികസനങ്ങൾ ഒരുപാട് വരുന്നതുകൊണ്ട് ജനത്തിനറിയാം ഈ വികസനത്തിൻ്റെ ഗുണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തൊക്കെ അഴിമതി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈത്തപ്പഴത്തിലെ കുരുവിൽ സ്വർണം, ഖുറാനിൽ പരിശുദ്ധ ഖുറാനെ വരെ അവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരു പെണ്ണ് എന്തൊക്കെയോ പറയുന്നു എന്ന് വിളിച്ചു പറയുന്നു എന്ന് കേട്ടുകൊണ്ട് അത് വെച്ചുകൊണ്ട് എന്തെല്ലാം അഴിമതികളുണ്ട്. എന്നിട്ട് ഇതൊന്നും ഒരിടത്തും എത്തിക്കാനും കഴിഞ്ഞില്ല. ഇവിടെ യൂട്യൂബർമാർ മാത്രമല്ല, വലിയ വലിയ ചാനൽ മറ്റന്നാ പിണറായി അറസ്റ്റ് ചെയ്യും, നാളെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യും. കുറെ കാലമായിട്ടിട്ട് അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൊടിയേരിയുടെ മോനെ പിടിച്ചകത്തിട്ടിട്ട് കർണാടകയിൽ കൊണ്ടിട്ടിട്ട് 6 മാസം 8 മാസം കൊണ്ടിട്ടിട്ട് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞ് തെളിവില്ലാന്ന്. അപ്പോൾ ഇങ്ങനെ ജനത്തിന് ഇതൊക്കെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഒരു വർഗീയ ലഹള കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കുറച്ച് ഇപ്പം നടക്കുന്ന എനിക്ക് അസ്വസ്ഥതപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഈ യുവജനങ്ങളുടെ ലഹരി ഉപയോഗവും സ്കൂളുകളിലും ഒക്കെ നടക്കുന്ന ചില്ലറ പ്രശ്നങ്ങളും സംസാരിക്കാം. അപ്പം ഞാൻ പറയുന്നത് 6 മുഖ്യമന്ത്രിമാർ ഉടുപ്പടിച്ചിരിക്കും. പിന്നെ അപ്പുറത്ത് ഉടുപ്പടിക്കാൻ ആരുമില്ല. ഒരു സുരേന്ദ്രൻ ഒഴിച്ച് മുരളീധരൻ ഒഴിച്ച് വേറെ ആരും ഉടുപ്പടിക്കാൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്ത് 6 പേര് ഉടുപ്പടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ തന്നെ നമ്മൾ നേരത്തെ ഞണ്ടിൻ്റെ കഥ പറഞ്ഞ പോലെ വാലി പിടിച്ച് തൂക്കിയിടും. അതുകൊണ്ട് അവരുടെ കുറവുകൾ തന്നെ കോൺട്രിബ്യൂഷൻ ഇന്നലെ എനിക്ക് ആരോ അയച്ച ഒരു ഇതിൽ എഴുതിയിരിക്കുകയാണ്. ഇയാൾ ആരെന്നറിയോ, ഈ ഒരാൾ പൊക്കോ സിനിമയൊക്കെ എടുത്ത സംവിധായകൻ ഉണ്ടല്ലോ, സനൽകുമാർ ശശിധരൻ. അവ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുക, പിണറായി വിജയനെ 2 തവണ മുഖ്യമന്ത്രിയാക്കിയത് BJP ആണ്. കാരണം അങ്ങനെ BJP ജയിപ്പിച്ച് പിണറായി ഇരുത്തി പിണറായിയെ അഴുക്കിക്കളയുക. അവൻ്റെ വാക്കതാണ്. പിണറായിയെ അഴുക്കിക്കളഞ്ഞ് കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വാനിഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു 12, 15, 20 വർഷം കഴിഞ്ഞിട്ട് BJPക്ക് വരാൻ വേണ്ടി BJPക്കാർ തന്നെയാണെന്ന് ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു മങ്കത്തര പറയുന്നത്. ഞാൻ എപ്പോഴാണ് മനസ്സിലായത് ഈ സനൽകുമാർ ശശിധരൻ എന്തോ നന്നായിട്ട് വലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. കാരണം ഈ പിണറായി വിജയൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഈ പലരും പിണറായി വിജയനെ ചിലപ്പോൾ നേരിട്ട് ആർക്കും അറിഞ്ഞോടും കൂടാ, എങ്കിലും അദ്ദേഹത്തെ ഇങ്ങനെ തെറി വിളിക്കുക എന്നുള്ളതൊരു ശീലമാക്കുന്നവരാണ്. ഇവിടെ ഇപ്പോൾ പോയ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പുള്ളി കൊണ്ടുവന്നൊരു ബില്ലുണ്ടായിരുന്നു. ആ ബില്ല് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരനെ നമ്മൾ എവിടെ കാണുന്നു എന്നുള്ള ചിന്തിക്കേണ്ടതല്ലേ. അതായത് സാധാരണക്കാരനെ ചെയ്യുന്നത് വെച്ചാൽ സഹകരണ ബാങ്കുകളിൽ കടപ്പാടം പണയം വെച്ചിട്ടാണ് നിങ്ങൾ ഭൂമി ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ എത്തിയാൻ പാടില്ല, അവരെ പുറത്തേക്ക് ഇറക്കാൻ പാടില്ല. അതുമാത്രമല്ല, കോർപ്പറേഷനും പഞ്ചായത്തിനൊക്കെ വേറൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. വീടില്ലാത്തൊരാളിന് 5 സെൻറ്റിൽ കുറയാത്ത 5 സെൻറ്റിനകത്തുള്ള വസ്തു കൊണ്ട് വയലോ കുളമോ എന്തോ കുന്തോ ആവട്ടെ അവിടെ ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും തടയാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇത്
പൊതുസമൂഹത്തിൽ പൊതുജനം വളരെ ശ്രദ്ധയോടുകൂടി പിന്നെ കേൾക്കുന്ന കാര്യമാണ്. ആയിരക്കണക്കിന് പേര് ഒരു ആരെങ്കിലും വീടില്ലാത്തവരെ. ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു സംവിധാനത്തിന് മുതിർന്നിട്ടുണ്ടോ? അപ്പൊ ചില കാര്യങ്ങൾ നല്ലത് എന്ന് പറയപ്പെടുമ്പോൾ അതിനെ നമ്മൾ പാർട്ടിയൊക്കെ വിടും. പക്ഷെ ജനത്തിന് ജീവിക്കുവാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ ജനത്തിന് ജീവിക്കണം, ഇവർ ജീവിക്കട്ടെ, മരിക്കേണ്ടവരല്ല എന്ന് തീരുമാനിക്കുന്ന ഒരു നേതാവ്, അങ്ങനെ അവിടെയാണ് ഞാൻ പിണറായി വിജയന്റെ 2026 വരവിനെ സ്വാഗതം ചെയ്യുന്നത് പോലും. അതുകൊണ്ടാണ് പിണറായി 2026 വരുമെന്ന് എനിക്കറിയില്ല. കാരണം പാർട്ടി തീരുമാനം കോൺഗ്രസിലെ പോലെ ഇവിടെ നടക്കില്ല. അല്ലെങ്കിൽ CPM-ന്റെ CPM-ന്റെ ഒരു മന്ത്രിസഭ പൊളിറ്റ് ബ്യൂറോയിൽ പോലും ചിലപ്പോൾ പിണറായി വിജയന് മാത്രമായിരിക്കും കൺസെഷൻ കൊടുക്കുന്നത്. അതെ, അദ്ദേഹത്തിന് അപ്പൊ 81 വയസ്സാവും. 2026 81 വയസ്സാവും. ഇപ്പോഴും അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അവര് പ്രായത്തിന്റെ ഒരു ആനുകൂല്യം നൽകിയിട്ട് നിൽക്കുന്നത്. അതെ, അല്ല, എന്നിട്ടും യൂട്യൂബർമാർ എഴുതുന്നത്, ഈ പോക കാണാൻ നടക്കുന്നവന്മാർ എഴുതുന്നത് പിണറായി കാല് പൊട്ടിയൊലിക്കുന്നു, പിണറായിക്ക് സംസാരശേഷി നഷ്ടപ്പെടുന്നു. ഈ എന്തൊക്കെ ദ്രോഹങ്ങളെന്ന് മനുഷ്യനെ കുറിച്ച് എന്തുവാണ് എഴുതാൻ? എഴുതുന്നവൻ അവൻ്റെ അച്ഛനെ പറ്റി ആലോചിക്കുന്നില്ല. അതാണ് പ്രശ്നം. എൻ്റെ അച്ഛൻ ഇതുപോലെ ഒരു അസുഖം വന്നാൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ കാല് പൊട്ടി ഒലിക്കുന്നു എന്ന് വെച്ചോ. പൊട്ടി ഒലിച്ചാൽ പോലും അങ്ങനെയൊക്കെ എഴുതാൻ പാടില്ല. ഇനി പിണറായി ഇല്ല എന്നൊക്കെ എഴുതുന്നു. പിന്നല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഗോപൻ പറഞ്ഞ ഒരു കാഴ്ചപ്പാടിലേക്ക് തന്നെ ഞാനും വരുന്നു. കാരണം വരുന്ന, അല്ലെങ്കിൽ സൽകുമാർ ശശീരൻ പറഞ്ഞ പോലെ അഴുക്കിക്കളയാനായിട്ട് 2026 പിണറായി വിജയൻ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ നയിക്കും, വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അത് തന്നെയാണ് നമുക്ക് ഇതിൽ അവസാനം പറഞ്ഞു വെക്കാനുള്ളതും അത് തന്നെയാണ് കേട്ടോ. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിന് തൊട്ട് മുൻപ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ അപ്രമാദിത്വം കാണിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, CPIM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഴിമതിരഹിതമായിട്ടൊരു ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നു. മാത്രമല്ല, ആശുപത്രി, വിദ്യാഭ്യാസം എന്ന് വേണ്ട പൊതു സംവിധാനങ്ങൾ എവിടെയൊക്കെ വേണമോ അവിടെയെല്ലാം തുറന്നു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാക്കുകയും ആ വികസനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് പെരുമാറാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കും 2026 LDF വരാൻ പോകുന്നത് എന്ന് ദിനേശ് ചേട്ടനടക്കം പറയുന്നത്. താങ്ക് യു.